പനിയും ജലദോഷമൊക്കെ പിടിച്ച് വായിൽ രുചിയില്ലാതിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ചൂടായ ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 കതിർപ്പ് കറിവേപ്പില, 20 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് 1 കപ്പ് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. കൊച്ചുള്ളിയോ വലിയുള്ളിയോ ഉപയോഗിക്കാം. ഇതും ചേർത്ത് നല്ലപോലെ വഴറ്റി നമുക്കിതൊന്ന് അരച്ച് വെക്കണം. എന്നിട്ട് ചൂടായ ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് കൊച്ചുള്ളിയോ വലിയുള്ളിയോ അരിഞ്ഞത്, 2 വലിയ തക്കാളി അരിഞ്ഞത്, കായപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, നമ്മുടെ അരപ്പീന്ന് ഒരു 2 ടേബിൾ സ്പൂൺ തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങളുടെ സ്വാദിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് റൈസ് വേവിച്ചതാണ്, അതും പിന്നെ മല്ലിയിലയും ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് സിമ്മിലിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു പെപ്പർ ഗാർലിക് റൈസ് റെഡിയാണ്. ഇതിൻ്റെ ഈ മസാല അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് വെണ്ടയ്ക്ക ഫ്രൈയോ ചേന ഫ്രൈയോ ഇല്ല പ്രോൺസിൻ്റെ ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് അരച്ച് കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട.